ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യമാണ് ഇന്ന് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ നന്മ ചെയ്ത് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. അപ്പോൾ പത്രോസ്ലീഹ അസന്നിഗ്ധമായ ഭാഷയിൽ പറയുകയാണ്, ബുദ്ധിയില്ലാത്ത ഭോഷന്മാരുമായി സംസാരിച്ചിട്ടോ ബുദ്ധിയില്ലാത്ത ഭോഷന്മാരുമായി കലഹിച്ചിട്ടോ ഒരു പ്രയോജനവുമില്ല. മറിച്ച് നിങ്ങൾ നന്മ ചെയ്ത് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. അപ്പോൾ 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ വളരെ ശക്തമായ ഭാഷയിലാണ് അപ്പോസ്തലനായ പത്രോസ്ലീഹ പറയുന്നത്. നീ നന്മ പ്രവർത്തിക്കുന്നു എങ്കിൽ അബ്രഹാമിനെ പോലെ കാത്തിരിക്കേണ്ടി വരുമ്പോഴും യൗസേപ്പിനെ പോലെ പരീക്ഷിക്കപ്പെടുമ്പോഴും ഇയ്യോബിനെ പോലെ എല്ലാം നഷ്ടപ്പെടുമ്പോഴും നീ കണ്ടിട്ടില്ലാത്ത വാതിൽ നിനക്ക് മുൻപിൽ തുറന്ന് നിന്നെ നിന്ദിച്ച ശത്രുവിൻ്റെ മുന്നിൽ ദൈവം നിന്നെ മാനിക്കുമെന്നാണ് അപ്പോസ്തലനായ പത്രോസ്ലീഹ ഈ ചെറിയ വാക്യത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. പുതിയ നിയമ വേദപുസ്തകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിലാണ് കർത്താവായ യേശു ഒരു ധനികനെയാണ് ഭോഷ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ ധനികൻ്റെ ഒരു കുറവ് എന്താണെന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നന്മ ചെയ്യാൻ വിമുഖനായിരുന്നു. ഈ ധനികന് ധനസ്ഥിതി ഉണ്ടായിരുന്നു, പക്ഷേ മനസ്ഥിതി ഉണ്ടായിരുന്നില്ല. അപ്പം അനേകം ധനസ്ഥിതിയുള്ള ആളുകളെ ഇന്ന് കണ്ടെത്തുവാൻ നമുക്ക് കഴിയും. പക്ഷേ മനസ്ഥിതിയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ധനസ്ഥിതിയുള്ളവരുടെ മുഖത്ത് നോക്കി അപ്രകാരമുള്ള ധനികന്മാരെയാണ് യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ ഭോഷ എന്ന് വിളിച്ച് പരിഹസിക്കുന്നത്. അപ്പോൾ ഭോഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭോഷൻ സ്വയം ന്യായീകരിക്കുന്നവനാണ്. അപ്പോൾ വിശുദ്ധനായ പത്രോസ്ലീഹ പുതിയ നിയമ വേദപുസ്തകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്നത്. പക്ഷേ പത്രോസ്ലീഹ സ്വയം ന്യായീകരിച്ചില്ല. ചെയ്ത തെറ്റോർത്ത് കരഞ്ഞ് മാനസാന്തരത്തിലേക്ക് തിരിച്ച് വന്നു. നമ്മുടെ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ആദ്യ പിതാക്കന്മാരായിരുന്ന ആദാമും ഹവ്വായും സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പറുദീസായുടെ പുറത്തേക്ക് അവർ പോകേണ്ടി വന്നു. പിന്നാലെ കായേനും ന്യായീകരിക്കാൻ ശ്രമിച്ചു. അപ്പം ന്യായീകരണം എന്ന് പറയുന്നത് സത്യവേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയ പാപ്പരത്വമാണ് എന്നാണ്. അപ്പോൾ സ്വയം ന്യായീകരിക്കുന്നവർ ദൈവത്തോടുള്ള ബന്ധമാണ് വിച്ഛേദിക്കുന്നത്. ആ ന്യായീകരിക്കാൻ ശ്രമിച്ചതിലൂടെയാണ് ആദാമും ഹവ്വായിക്കും ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടേണ്ടി വന്നത്. കായേന് ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടേണ്ടി വന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ക്രൈസ്തവ ജീവിതം നയിക്കുന്ന നമുക്ക് അപ്പോസ്തലനായ പത്രോസ്ലീഹ ഉത്ബോധിപ്പിക്കുന്നത് പോലെ നന്മ ചെയ്തുകൊണ്ട്
ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കുവാൻ കഴിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ കഴിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാകൂ. ജീവിത വിജയത്തിന് കുറുക്ക് വഴികൾ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജീവിത വിജയത്തിന് കുറുക്കു വഴികളില്ല, എന്നാൽ വിജയിക്കുവാനുള്ള മാർഗങ്ങൾ വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാതാവിനെ നൊന്ത് പ്രസവിച്ച അമ്മയെ സ്നേഹം കൊണ്ടും പിതാവിനെ ബഹുമാനം കൊണ്ടും ഗുരുവിനെ ആദരവ് കൊണ്ടും ദൈവത്തെ ഭക്തി കൊണ്ടും കുട്ടികളെ വാത്സല്യത്താലും സുഹൃത്തിനെ നന്മയാലും ശത്രുവിനെ ക്ഷമയാലും ജയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം വിജയിച്ചു എന്ന് കരുതാൻ നമുക്ക് സാധ്യമാകും. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുക. 84 സങ്കീർത്തനത്തിൽ 12-ാമത്തെ വാക്യം ഒരു വലിയ വാഗ്ദാനമാണ് നമുക്ക് നൽകുന്നത്. നേരായി നടക്കുന്നവന് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല. അപ്പം നേരായിട്ട് നടക്കുക, സത്യത്തിൽ ജീവിക്കുക, ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുവാൻ തക്കവണ്ണം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക. അപ്രകാരം ജീവിക്കുന്ന നേരായി നടക്കുന്നവന് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല എന്നുള്ള ആ സത്യപ്രബോധനം മനസ്സിലാക്കി ദൈവ തിരുസന്നിധിയിൽ വിനയത്തോടെ നേരായി നടക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. അങ്ങനെ നടന്ന് ദൈവത്തിൽ നിന്ന് അനശ്വരമായ നന്മകൾ പ്രാപിക്കുവാൻ എല്ലാ കാലങ്ങളിലും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.